പുകവലിച്ചാൽ ക്യാൻസർ വരും എന്ന് പറഞ്ഞ് നമ്മൾ ആരെങ്കിലും തടയാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അവർ നമ്മളോട് പറയാൻ പോകുന്നൊരു മറുപടി, എൻ്റെ വീടിനടുത്തുള്ള ഇന്ന അയാൾ സിഗരറ്റ് വലിക്കത്തേ ഇല്ലായിരുന്നു, അയാൾക്ക് ലങ്സിൽ ക്യാൻസർ ഒന്നാണല്ലോ മരിച്ചത് എന്നാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ പുക വലിക്കാത്തവർക്കും ശ്വാസകോശത്തിൽ ക്യാൻസർ വരുന്നുണ്ട്. പിന്നെ പുക വലിക്കുന്നത് കൊണ്ട് ശ്വാസകോശത്തിൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരാളെ പീഡിപ്പിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് പുകവലി ക്യാൻസർ ഉണ്ടാക്കും എന്ന് നമ്മൾ പറയുന്നത്? ഈ ചോദ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊരു ഉദാഹരണം മാത്രമാണ്. അതായത് ഒരു കാര്യം മറ്റൊന്നിന് കാരണമാകും എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് തെളിവായിട്ട് പരിഗണിക്കുന്നത്? ക്യാൻസർ വരുന്നവരിൽ പുകവലിക്കുന്നവരും ഇല്ലാത്തവരും ഉള്ളപ്പോൾ പുകവലിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ചോദ്യത്തിന് രണ്ട് രീതിയിലുള്ള ഉത്തരങ്ങൾ സാധ്യമാണ്. ഒന്ന്, പുകവലി എന്ന് പറയുന്ന പ്രക്രിയ എങ്ങനെയാണ് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നത് എന്നതിൻ്റെ ഒരു മെക്കാനിസം, അതെങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്നത്. പക്ഷേ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ ഒരു ബയോളജിക്കൽ റീസൺ അല്ല, മറിച്ച് പുക വലിക്കുന്നു എന്ന് പറയുന്നതും അത് കാരണം ക്യാൻസർ ഉണ്ടാകുന്നു എന്ന് പറയുന്നതും എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ഉറപ്പിക്കുന്നത്. പുകവലി എങ്ങനെ ക്യാൻസർ ഉണ്ടാക്കും എന്ന ചോദ്യമല്ല, പുകവലി ക്യാൻസർ ഉണ്ടാക്കുമെന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒന്നുകൂടി വ്യക്തമാക്കുന്നു, പുകവലി എങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുകവലി ക്യാൻസർ ഉണ്ടാക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണം. ഇത്തരത്തിലുള്ള ഒരുപാട് വാദങ്ങൾ നമ്മൾ ചുറ്റും നിരന്തരം കേൾക്കാറുണ്ട്. ഉദാഹരണത്തിന് ചില ആൾക്കാർ ചോദിക്കും, എങ്ങനെയാണ് വെളുത്തവാവ് ദിവസങ്ങളിൽ മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് ഈ മാനസിക രോഗം മൂർച്ഛിക്കുന്നത്? ആ ചോദ്യത്തിലുള്ള കുഴപ്പം, വെളുത്തവാവ് ദിവസം മാനസിക രോഗമുള്ളവർക്ക് മാനസിക രോഗം മൂർച്ഛിക്കും എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ശരിക്കും അങ്ങനെ മാനസിക രോഗം മൂർച്ഛിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ആദ്യം വേണം. അപ്പോൾ അതായത് ഒരു കാര്യത്തിൻ്റെ വിശദീകരണം അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അങ്ങനെ ശരിക്കും സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇത് സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണങ്ങളിൽ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന ശ്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഇത് മനസ്സിലാക്കാൻ രണ്ട് സങ്കല്പങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? രണ്ട്, എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്? എങ്ങനെയാണ് ഇത് ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്? എങ്ങനെയാണ് ആ നിരീക്ഷണം സാധുവാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്? ആദ്യം ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വാക്ക് കേൾക്കുമ്പോൾ കുറച്ച് സാങ്കേതികമായിട്ട് നമുക്ക് തോന്നും. സത്യത്തിൽ വളരെ സാങ്കേതികമായിട്ടൊരു വാക്കാണ് തന്നെ, പക്ഷേ അത് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമൊന്നുമല്ല. നമുക്കൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ എന്താണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യം ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാം. ആദ്യമേ തന്നെ ആ വാക്കൊന്ന് വേർതിരിച്ച് പറയണം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ മലയാളത്തിൽ വിതരണം എന്നാണ് പറയുന്നത്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മാനം വിതരണം ചെയ്യുന്നതിനാണ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ആർക്കെങ്കിലുമോ ഏതെങ്കിലും സ്ഥലങ്ങളിലോ വിതരണം ചെയ്യുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ഒരു തിയറട്ടിക്കലായിട്ടുള്ള ഒരു സാങ്കല്പിക അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലുള്ള ഒരു വിതരണത്തെക്കുറിച്ചാണ്, ഒരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ നമ്മൾ ഒരു 50 കുട്ടികളുള്ള അല്ലെങ്കിൽ ഒരു 100 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂം സങ്കല്പിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ആ ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും ഒരു പരീക്ഷയ്ക്ക് പല മാർക്കുകളായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഓരോ ആ ക്ലാസ്സിലെ കുട്ടികളുടെ പൊതുവെയുള്ള പെർഫോമൻസ് എങ്ങനെയാണ്, പരീക്ഷയിലെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്നത് ആ ക്ലാസ്സിലെ ശരാശരി മാർക്ക് എത്രയാണെന്നായിരിക്കും. ആവറേജ് മാർക്ക് എത്രയാണ്? ഇപ്പോൾ ഉദാഹരണത്തിന് 45.3 ആ ക്ലാസ്സിലെ ആവറേജ് മാർക്ക് എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ക്ലാസ്സിലെ എല്ലാവരുടെയും കൂടെ മാർക്ക് കൂട്ടി, 100 കുട്ടികളുണ്ടെങ്കിൽ 100 പേരുടെയും കൂടെ മാർക്കുകൾ കൂട്ടിയിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ആവറേജ് എന്ന് പറയുന്ന വാല്യൂ, ശരാശരി എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ ശരാശരി മാർക്ക് 45.3 അതൊരു ഉദാഹരണത്തിന് നമ്മളെടുക്കുന്ന സംഖ്യയാണ്. 45.3 എന്ന് പറയുമ്പോൾ ആ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പോലും 45.3 എന്നൊരു മാർക്ക് കിട്ടിയിരിക്കണം എന്ന് നിർബന്ധമില്ല. ആ നമ്പർ സൂചിപ്പിക്കുന്നത് മുഴുവൻ കുട്ടികളുടെയും കൂടെ മാർക്ക് കൂട്ടിയിട്ട് ആ കുട്ടികളുടെ എണ്ണമായിട്ടുള്ള 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ആ സംഖ്യയാണ് 45.3. എന്തിനാണ് ആ സംഖ്യ ഉപയോഗിക്കുന്നത്? ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ഒരു ശരാശരി പെർഫോമൻസിനെ സൂചിപ്പിക്കാൻ പോകുന്ന ഒരൊറ്റ നമ്പർ നമുക്ക് പറയാൻ പറ്റണം. അല്ലാതെ ആ ക്ലാസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ 100 പേരുടെയും മാർക്ക് പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അപ്പോൾ ആ കൺവീനിയൻസിന് ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവമുള്ളൊരു നമ്പറാണ് നമ്മളുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്നോട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ആവറേജിന് ഒരു കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? ഇപ്പോൾ ആ ക്ലാസ്സിൽ 2 മാർക്ക് കിട്ടിയ കുട്ടിയും 99 മാർക്ക് കിട്ടിയ കുട്ടിയും ഒക്കെ ഉണ്ടെന്ന് കരുതിക്കോളും. അപ്പോൾ ആവറേജ് ചിലപ്പോൾ 45.3 തന്നെ ആയിരിക്കും. പക്ഷേ ഒരു ക്ലാസ്സിലെ ശരാശരി മാർക്ക് 45.3 ആണെന്ന് പറയുമ്പോൾ 2 മാർക്ക് കിട്ടിയ കുട്ടി ശരിക്കും അവിടെ
പ്രതിഫലിപ്പിക്കപ്പെടുന്നില്ല. അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടിയ ഒരു കുട്ടി അവിടെ ഉണ്ട് എന്ന ഇൻഫർമേഷൻ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ 99 മാർക്കുള്ള ഒരാളുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. ഇപ്പോൾ എല്ലാ കുട്ടികളുടെയും മാർക്ക് 40, 45, 40, 42, 43 ഈ റേഞ്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 43 അല്ലെങ്കിൽ 45 എന്നൊരു നമ്പർ ആവറേജ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ക്ലാസ്സിൻ്റെ ശരാശരി പെർഫോമൻസിനെ സൂചിപ്പിക്കുന്ന ഒരു സംഖ്യയാണ് നമുക്ക് പറയാം. പക്ഷേ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് വല്ലാതെ പരസ്പരം വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ 1, 99, 50, 80 ഒക്കെ ഉള്ള വളരെ ഡൈവേഴ്സായിട്ട് മാർക്ക് കിടക്കുന്ന ഒരു ക്ലാസ്സാണ് എന്നുണ്ടെങ്കിൽ ഈ ആവറേജ് മാത്രം പറഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഒരു പൊതു സ്വഭാവത്തെ സൂചിപ്പിക്കാൻ ആ നമ്പർ പോരാതെ വരും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അവിടെ നമ്മൾ വേറൊരു സംഖ്യ അങ്ങോട്ട് ഉപയോഗിക്കും. അവിടെ നമ്മൾ ഡീവിയേഷനെ കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ 45.3 ആ ശരാശരി എന്ന് വിചാരിക്കുക, ആവറേജ് മാർക്ക്. ഈ ശരാശരിയിൽ നിന്നും ആ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും മാർക്കുകൾ നമ്മളൊന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം എടുക്കുക. ഇപ്പോൾ 45.3 ആണെന്നുണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടിയ കുട്ടിയുടെ കാര്യം ഭരിക്കുമ്പോഴത്തേക്കും അവിടുത്തെ ഡീവിയേഷൻ എന്ന് പറയുന്നത് 44.3 40 ആണെന്നുണ്ടെങ്കിൽ അത് 5.3 ആവാം. അപ്പോൾ ഓരോ കുട്ടിയുടെയും മാർക്ക്, ശരിക്കും ആ കുട്ടിക്ക് കിട്ടിയ മാർക്ക് ഈ ആവറേജിൽ നിന്നും ഉള്ള ഡിഫറൻസ് എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഡീവിയേഷൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടിക്കും ഈ ആവറേജിൽ നിന്നും എത്രയാണ് ഡീവിയേഷൻ, എത്രയാണ് അതിനുള്ള വ്യതിയാനം എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ശരാശരി എടുക്കാൻ പറ്റും. അപ്പോൾ ശരാശരിയുടെ ഈ ഒരു വ്യതിയാനം പറയുമ്പോൾ നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടി പറഞ്ഞാൽ അവിടെ പുതിയൊരു ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വലിയ സംഖ്യയാണെങ്കിൽ എൻ്റെ അർത്ഥം ഈ ശരാശരി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന വാല്യൂവിന് വിശ്വാസ്യത കുറവാണ് എന്നാണ്. എല്ലാ മാർക്കുകളും അടുത്തടുത്തൊക്കെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ താരതമ്യേന കുറവായിരിക്കും, ചെറിയ സംഖ്യയായിരിക്കും. ഇപ്പോൾ 45.3 ശരാശരി മാർക്കുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു 5 മാർക്കാണ് അല്ലെങ്കിൽ 5.2 മാർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ഏതാണ്ട് 45 + 5 50-നും 45 - 5 40-നും ഈ 40-നും 50-നും ഇടയ്ക്കാണ് കുട്ടികളുടെ മാർക്ക് കിടക്കുന്നതെന്ന് പറയാം. എന്നാൽ ഡീവിയേഷൻ 50 ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ കുട്ടികളുടെ മാർക്ക് ഇങ്ങനെ ഒരുപാട് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ 45.3 എന്ന് പറഞ്ഞ സംഖ്യ വെച്ച് ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനോ ആ കുട്ടിക്ക് മറ്റേതെങ്കിലും പ്രത്യേക കോമ്പറ്റീഷനിൽ ഒരു കോച്ചിങ് ഏർപ്പെടുത്തുന്നതിനോ ഒക്കെ ഒരു സ്കൂളിനോ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിനോ എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിലെ മീൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആവറേജ് ആയിട്ടുള്ള മാർക്ക് എത്രത്തോളം വിശ്വസനീയമാണെന്ന് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു റിലയബിലിറ്റിയെ സൂചിപ്പിക്കാൻ കൂടിയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്ന ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന വാക്കിലേക്ക് വരണം. അത് ഇതേ കാര്യത്തെക്കുറിച്ച് നമുക്ക് വേറൊരു രീതിയിൽ കൂടെ പറയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ ഓരോ കുട്ടിയുടെയും മാർക്ക് അന്വേഷിക്കുന്നതിന് പകരം ഈ മാർക്കുകളെ പല റേഞ്ചുകളായിട്ട് തിരിക്കുന്നു. ഇപ്പോൾ 50 മാർക്കിനാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 100 മാർക്കിനാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ 0 മാർക്കിനും 5 മാർക്കിനും ഇടയ്ക്ക് മാർക്ക് കിട്ടിയവർ എത്ര പേരുണ്ട്? 5ഉം 10ഉം മാർക്കുകൾക്കിടയിൽ മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്? 10, 15 ഈ റേഞ്ചിൽ മാർക്ക് കിട്ടിയ ആളുകൾ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു എണ്ണം നമ്മൾ എടുക്കുന്നു വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളിവിടെ ഈ മാർക്കുകളുടെ ഒരു റേഞ്ച് ഇങ്ങനെ തരംതിരിക്കുകയാണ്. എന്നിട്ട് ഓരോ റേഞ്ചിലും മാർക്ക് കിട്ടിയിരിക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കുന്നു. എന്നിട്ട് ഈ റേഞ്ച് നമ്മളുടെ ഗ്രാഫിൽ താഴെ എക്സ് ആക്സിസിലും ആ റേഞ്ചിൽ മാർക്കുള്ള കുട്ടികളുടെ എണ്ണം വൈ ആക്സിസിലും എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്രാഫ് കിട്ടും. അതൊരു ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഈ മാർക്കുകളുടെ റേഞ്ച് കിടക്കുന്ന ഒരു സ്ഥലത്ത് ഈ കുട്ടികൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർക്കിൻ്റെ റേഞ്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പ്രകൃതിയിലെ ഭൂരിഭാഗം അളവുകളും നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളുടെ ഹൈറ്റാണ് വിചാരിച്ചോളൂ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ഉയരം അളക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ ഒരു ശരാശരി ഉയരം 160 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഒരു സാങ്കല്പിക സംഖ്യ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ശരാശരി കേരളത്തിലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വ്യത്യാസമുണ്ട്. തൽക്കാലം നമ്മൾ ആ വ്യത്യാസം ഇവിടെ പരിഗണിക്കുന്നില്ല. ഒരു കേരളത്തിലെ ശരാശരി ഒരാളുടെ ഉയരം 160 സെൻറ്റിമീറ്റർ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കൃത്യം 160 സെൻറ്റിമീറ്റർ ആണ് എല്ലാവർക്കും എന്നതിനർത്ഥമില്ല. 162കാരുണ്ടാവും, 158കാരുണ്ടാവും, 155 ഉണ്ടാവും, 169 കാണും, 180 ഉള്ളവരുണ്ടാവും. അങ്ങനെ പല ഹൈറ്റുള്ള ആളുകളുണ്ട്. ഈ ശരാശരി മാത്രം പറഞ്ഞൊരു കാര്യമില്ല. പകരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ അടയാളപ്പെടുത്തുകയാണെന്ന് വെച്ചോളൂ. അതായത് 50-60 സെൻറ്റിമീറ്ററുകൾക്കിടയിൽ, 60-70 സെൻറ്റിമീറ്ററുകൾക്കിടയിൽ, 70-80 സെൻറ്റിമീറ്ററുകൾക്കിടയിൽ ഈ റേഞ്ചുകളിൽ ഹൈറ്റുള്ള ആളുകളുടെ എണ്ണം നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മളതൊരു ഗ്രാഫായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു മണി, ഒരു ബെല്ല് കമഴ്ത്തി വെച്ചൊരു രൂപമായിരിക്കും. അതായത് ഇങ്ങനെ കറങ്ങി വരും. ഇതിനെ നമ്മളൊരു ബെൽ കർവ് എന്നാണ് വിളിക്കാറ്. ആ കർവിന് പൊതുവിൽ നമ്മൾ വിളിക്കുന്ന പേര് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ ഈ സ്വഭാവം, ഈ രീതിക്ക്, ആ ഷേപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ.
അത് പ്രകൃതിയിലെ പല അളവുകൾക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടികളുടെ മാർക്ക് എടുത്തു കഴിഞ്ഞാലും, ആളുകളുടെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാലും, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള ആളുകളുടെ പല രീതിയിലുള്ള മാർക്കിൻ്റെ പരീക്ഷയുടെ പെർഫോമൻസ്, സ്പോർട്സ് ഐറ്റങ്ങളുടെ പെർഫോമൻസ്, ഇങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബെൽ കർവിൻ്റെ ഷേപ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിൻ്റെ അർത്ഥം ഈ ശരാശരിയിൽ നിന്നും ഒരുപാട് കൂടുതലോ ഒരുപാട് കുറഞ്ഞതോ ആയ ഹൈറ്റുള്ള ആളുകൾ അതിന് ആനുപാതികമായിട്ട് എണ്ണത്തിൽ കുറവായിരിക്കും. അതായത് ഒരു സ്ഥലത്തെ ശരാശരി ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ 162 സെൻറ്റിമീറ്റർ ഉള്ള ആളുകളെ നമുക്ക് കിട്ടും, 158 സെൻറ്റിമീറ്റർ ഉള്ള ആൾക്കാരെയും കിട്ടും. പക്ഷേ 162 സെൻറ്റിമീറ്റർ ഉയരമുള്ള ആളുകളെ അപേക്ഷിച്ച് 180 സെൻറ്റിമീറ്റർ ഉയരമുള്ള ആളുകൾ താരതമ്യേന കുറവായിരിക്കും. അതിലും കുറവായിരിക്കും 190 സെൻറ്റിമീറ്റർ ഉള്ളത്. ചിലപ്പോൾ 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞൊരു ഹൈറ്റ് ചിലപ്പോൾ ആരെയും നമുക്ക് കിട്ടില്ലെന്നിരിക്കും. നമുക്ക് 2 മീറ്റർ ഹൈറ്റ് ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഈ ബെൽ കർവിന് ഒരു ഭാഗത്തൊരു മാക്സിമം വാല്യൂയും അതിൻ്റെ 2 വശങ്ങളിൽ അത് കുറഞ്ഞു വരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വേരിയേഷനും കൂടിയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ശരാശരിയോട് അടുത്തായിരിക്കും പരമാവധി സാമ്പിളുകൾ കിടക്കുന്നത്. അപ്പോൾ മാർക്കായാലും ശരാശരി പഠിക്കുന്ന ആളുകളുടെ എണ്ണമായിരിക്കും ഒരു ക്ലാസ്സിൽ എപ്പോഴും കൂടുതൽ. ശരാശരിയിലും ഒരുപാട് താഴെ മാർക്ക് വാങ്ങിക്കുന്ന ആളുകളും ശരാശരിയിലും ഒരുപാട് കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ആളുകളും എണ്ണത്തിൽ താരതമ്യേന കുറവായിരിക്കും. ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സ്വഭാവം പറയുന്നത് നമ്മൾ ആവറേജ്, മീൻ എന്ന് പറയുന്ന ആവറേജ് എത്രയാണോ അതിൽ നിന്നും ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലോ കുറവോ ആയിട്ട് വരുന്നൊരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 70% സാമ്പിളുകളും അതിനകത്ത് തന്നെ ആയിരിക്കും. നമ്മൾ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുമ്പോട്ടോ പിന്നിലേക്കോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 99% ആളുകൾ ഇതിനുള്ളിൽ തന്നെ കിടക്കും. അപ്പോൾ അതിനും പുറമേയുള്ള സാമ്പിളുകൾ, ഇപ്പോൾ ഹൈറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ 160 സെൻറ്റിമീറ്ററാണ് ശരാശരി ഉയരം, 10 സെൻറ്റിമീറ്ററാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം 70% ആളുകൾ 150 മുതൽ 170 വരെയുള്ള സെൻറ്റിമീറ്റർ ഹൈറ്റിന് റേഞ്ചിനുള്ളിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ മനസ്സിലാക്കേണ്ടത്. ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷയിലെ പെർഫോമൻസ് വെച്ചാണെങ്കിൽ ആവറേജ് പെർഫോമൻസ് ആയിരിക്കും എപ്പോഴും ഈ ഭൂരിഭാഗം 70% വരുന്നവരും, ബാക്കി വരുന്ന കുറേ പേര് ഭയങ്കര പെർഫോമേഴ്സ് ആയിരിക്കും. എബവ് ആവറേജുകാർ എക്സലൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമേഴ്സ് ഉണ്ടാകും. അവരെല്ലാം എബവ് ആവറേജുകാരെക്കാളും എണ്ണത്തിൽ കുറവായിരിക്കും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമേഴ്സ്. ബിലോ ആവറേജുകാരെക്കാളും വളരെ കുറവായിരിക്കും വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകൾ. അപ്പോൾ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്രകൃതിയിലെ പല അളവുകളിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്തിനാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ആശയത്തിലേക്ക് വരണം. അതിനെ നമ്മൾ വിളിക്കുന്നത് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്നാണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സയൻസിൽ എപ്പോഴും ഫൈനൽ ഉത്തരത്തിലേക്കല്ല നമ്മൾ ആദ്യം എത്തുന്നത്. ഇനി നമുക്ക് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിലേക്ക് വരാം. എന്താണ് ഹൈപ്പോത്തിസിസ്? മലയാളത്തിൽ അതിനെ പരികൽപ്പന എന്നാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ സയൻസിലെ രീതി എന്ന് പറയുന്നത് നമ്മൾ ചാടി കയറി ഒരു ഉത്തരത്തിലേക്ക് വീഴില്ല. പകരം നമ്മൾ ഉത്തരമാകാൻ സാധ്യതയുള്ള ഐഡിയകളിലേക്കാണ് ആദ്യം എത്തുക. അത്തരം ഐഡിയകളെ നമ്മൾ വിളിക്കുന്നത് ഹൈപ്പോത്തിസിസ് എന്നാണ്. അപ്പോൾ പൊതുവിൽ സയൻസിലൊരു രീതി, നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ആദ്യം ഉണ്ടാക്കിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നൊരു വിശകലനം അവിടെ നടത്തേണ്ടതുണ്ട്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്കൊരു പുകവലി ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ തുടങ്ങിയ ഉദാഹരണം അതാണല്ലോ. അപ്പോൾ അതിനകത്ത് പുകവലിയും ക്യാൻസറും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നൊരു ഹൈപ്പോത്തിസിസാണ് നമുക്കുള്ളതെന്ന് കരുതിക്കോളൂ. അതായത് പുകവലിക്കുന്നത് കൊണ്ട് ക്യാൻസർ ഉണ്ടാകണമെന്നില്ല, അത് ഒരു ഹൈപ്പോത്തിസിസാണ്. മറ്റൊരു ഹൈപ്പോത്തിസിസ് പുകവലിക്കുന്നവരിൽ ക്യാൻസർ സാധ്യത കൂടും. അപ്പോൾ ഇതിൽ ആദ്യം പറഞ്ഞത് പുകവലിയും ക്യാൻസറും തമ്മിൽ ബന്ധമില്ല എന്ന് നമ്മൾ പറയുന്നതിനെ നമ്മൾ വിളിക്കുന്നത് നൾ ഹൈപ്പോത്തിസിസ് എന്നാണ്. ഇതൊരു ടെക്നിക്കൽ വാക്കാണ്, പക്ഷേ അങ്ങനെ ഒരു വാക്കുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. ആ പേര് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഇവിടെ പുകവലി ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന ചോദ്യമാണ് നമ്മൾ പരിഗണിക്കുന്നുണ്ടെങ്കിൽ പുകവലിയും ക്യാൻസറും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ് നമ്മുടെ നൾ ഹൈപ്പോത്തിസിസ്. മറിച്ച് പുകവലിക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടും എന്ന് പറയുന്നത് ഒരു ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആണ്. അപ്പോൾ സയൻസിൻ്റെ പൊതുവിലുള്ള രീതി എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസ് ഡിസ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ്ങിൻ്റെ ഫലമായിട്ട് പുകവലിയും ക്യാൻസറും തമ്മിൽ ബന്ധമില്ല എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് തെറ്റാണ് എന്ന് നമ്മൾ തെളിയിച്ചാൽ അതിൻ്റെ അർത്ഥം പുകവലിയും ക്യാൻസറും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചതാണ്. അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തിസിസിനെ ഡിസ്പ്രൂവ് ചെയ്തുകൊണ്ട് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആണ് അവിടെ ടെസ്റ്റ് പാസ്സാകുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിച്ചത് ശരിയാണ് എന്ന് വരുന്നു. ഈ പുകവലിയുടെ സാമ്പിൾ കളക്ഷനും അതിൻ്റെ പഠനവും കുറച്ചുകൂടി ടെക്നിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു ഉദാഹരണം വെച്ചത് മനസ്സിലാക്കാം. നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഒരു കോയിൻ എടുത്ത് നമ്മൾ ടോസ് ചെയ്താൽ ഹെഡ് വീഴാനും ടെയിൽ വീഴാനും ഒരേ പ്രോബിലിറ്റിയാണ്. നമ്മൾ 50-50 ചാൻസ് ആണെന്ന് പറയും. ഹെഡ് വീഴാൻ എത്രത്തോളം പ്രോബിലിറ്റി ഉണ്ടോ അത്ര തന്നെ പ്രോബിലിറ്റിയാണ് ടെയിൽ വീഴാനും ഉള്ളത്.
അങ്ങനെ 50-50 ഹെഡ് ടെയിൽ പ്രോബിലിറ്റി ഉള്ള കോയിനെ മാത്രമേ നമ്മൾ ടോസിന് ഉപയോഗിക്കൂ. കാരണം ടോസിൻ്റെ അടിസ്ഥാന പർപ്പസ് തന്നെ അതാണ്, റാൻഡമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. പക്ഷേ ഇപ്പോൾ ഒരു സ്പോർട്സ് മത്സരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോയിൻ ഫെയർ അല്ല എന്ന് വിചാരിച്ചോളൂ. അതായത് അതിൽ ഹെഡ് വീഴാൻ സാധ്യത കൂടുതലാണ്. ഈ ടോസ് ചെയ്യുന്ന ആളിനും ടോസ് വിളിക്കാൻ നിൽക്കുന്ന ആളിനും ഇതറിയാം എങ്കിൽ അവിടെ നമുക്കൊരു ഫ്രോഡ് നടത്താനുള്ള സാധ്യതയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ആ കോയിന് ഹെഡ് വീഴാൻ സാധ്യത കൂടുതലെങ്കിൽ നമുക്ക് ഹെഡ് വിളിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ഇതിന് ടോസ് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ ആരോപിക്കുകയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കോയിൻ ഫെയർ അല്ല, അല്ലെങ്കിൽ അതിൽ ഹെഡും ടെയിലും വീഴാൻ ഈക്വൽ പ്രോബിലിറ്റി അല്ല ഉള്ളത് എന്ന് വിചാരിച്ചോളൂ. ഞാൻ എങ്ങനെയാണ് അത് മറിച്ച് തെളിയിക്കുന്നത്? അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞൊരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാം. ഇവിടുത്തെ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ആ കോയിനിൽ ഹെഡും ടെയിലും വീഴാനുള്ള പ്രോബിലിറ്റി ഈക്വലാണ്, അല്ലെങ്കിൽ ഹെഡും ടെയിലും 50-50 പ്രോബിലിറ്റിയാണ് ഉള്ളത്. അതാണ് അവിടുത്തെ നൾ ഹൈപ്പോത്തസിസ്. ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് എന്താണ്? ആ പ്രോബിലിറ്റി ഈക്വൽ അല്ല, അതിൽ ഒരെണ്ണം വീഴാൻ പ്രോബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഈ ഹെഡ് ടെയിലും വീഴാനുള്ള പ്രോബിലിറ്റി തുല്യമാണ്. അത് പക്ഷേ എങ്ങനെ ടെസ്റ്റ് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ കോയിൻ ടോസ് ചെയ്തു ഒരു തവണ, അപ്പോൾ എനിക്ക് 50 കിട്ടി, 50% അല്ലെങ്കിൽ ഹെഡാണ് നമുക്ക് കിട്ടിയത്. പക്ഷേ അതിൻ്റെ അർത്ഥം 50% ചാൻസ് ആണെന്നാണോ? കാരണം നമുക്ക് ഹെഡ് കിട്ടി. അപ്പോൾ ഒരാൾ ആരോപിക്കുകയാണ് അത് ഫെയർ ആണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ തവണ കോയിൻ ടോസ് ചെയ്തു, പിന്നെയും എനിക്ക് ഹെഡ് കിട്ടി. അപ്പോൾ 50-50 ചാൻസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ തവണ ടെയിൽ തന്നെ കിട്ടുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. കാരണം ആദ്യം ചെയ്ത ടോസും രണ്ടാമത് ചെയ്ത ടോസും തമ്മിൽ പരസ്പരം ബന്ധമൊന്നുമില്ല. ആദ്യവും ഹെഡോ ടൈലോ വീഴാനുള്ള പ്രോബിലിറ്റി 50% ആണ്, രണ്ടാമത്തെ തവണയും ഹെഡോ ടൈലോ വീഴാനുള്ള പ്രോബിലിറ്റി 50-50 ആണ്. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം, എത്ര തവണ ഒരുപോലെ ഹെഡ് വീണാലാണ് ഈ കോയിൻ ഫെയർ അല്ല, ഇതിൽ ഹെഡ് വീഴാനുള്ള പ്രോബിലിറ്റി കൂടുതലെന്ന് തെളിയിക്കാൻ പറ്റുക? 2 തവണയും ടോസ് ചെയ്തുകൊണ്ട് ഹെഡ് കിട്ടി എന്നതിൻ്റെ അർത്ഥം കോയിൻ ഫെയർ അല്ല എന്നല്ല. പ്രധാനപ്പെട്ട ചോദ്യം, എത്ര തവണ ഹെഡ് തന്നെ കിട്ടിയാലാണ് എനിക്ക് അത് ഫെയർ അല്ല എന്ന് പറയാൻ പറ്റുന്നത്? ഇതാണ് കുഴപ്പിക്കുന്ന ചോദ്യം. നമുക്കിത് പരീക്ഷണം വഴി ചെയ്ത് നോക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ കുറേ 100 പേരെ എടുക്കുന്നു, ഓരോരുത്തരെടുത്തും കോയിൻ 10 തവണ ടോസ് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. 100 ആളുകളുണ്ട്, 100 ആളുകളുടെയും കയ്യിൽ കോയിൻ കൊടുത്തതിന് ശേഷം അവരെടുത്ത് 10 തവണ ടോസ് ചെയ്തിട്ട് അവർക്ക് എത്ര തവണ ഹെഡ് കിട്ടി എന്നാണ് ഞാൻ ശേഖരിക്കുന്ന വിവരം. അപ്പോൾ അതിനകത്ത് 5 തവണ ഹെഡ് കിട്ടിയ ആൾക്കാരുണ്ടാവും, 6 തവണ ഹെഡ് കിട്ടിയ ആൾക്കാരുണ്ടാവും, 7 തവണ കിട്ടിയവരുണ്ടാവും, 2 തവണ കിട്ടിയവരുണ്ടാവും, 1 തവണ മാത്രം ഹെഡ് കിട്ടിയവരുണ്ടാവും. അങ്ങനെ പല നമ്പർ ഹെഡ് കിട്ടും. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഞാനൊരു ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണ്. ഹെഡ് ഒന്നും കിട്ടാത്തവർ, 1 തവണ ഹെഡ് കിട്ടിയവർ, 2 തവണ ഹെഡ് കിട്ടിയവർ, 3 തവണ ഹെഡ് കിട്ടിയവർ, ഇങ്ങനെ 1 മുതൽ അല്ലെങ്കിൽ 0 മുതൽ 10 വരെ തവണ ഹെഡ് കിട്ടിയവരുടെ എണ്ണം എടുത്ത് ഞാനൊരു ഗ്രാഫ് വരച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് ഒരു ബെൽ ഷേപ്ഡ് കർവ് കിട്ടും. ആ ബെല്ലിൻ്റെ മാക്സിമം നിൽക്കുന്നത് 5-നടുത്തായിരിക്കും. കാരണം 50-50 ചാൻസ് ആണെന്നുണ്ടെങ്കിൽ 5 തവണ ഹെഡ് കിട്ടുന്നവരുടെ എണ്ണമായിരിക്കും എപ്പോഴും കൂടുതൽ. അപ്പോൾ ഇങ്ങനെ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ശരാശരി 5 എന്നുണ്ടെങ്കിൽ അതിനപ്പുറവും ഇപ്പുറവുമായി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണോ ആ ഒരു റേഞ്ചിലായിരിക്കും ഭൂരിഭാഗം ആളുകൾക്കും കിട്ടിയ ഹെഡോ ടൈലോ കിട്ടുന്നത്. അല്ലെങ്കിൽ 1 തവണ ഹെഡ് കിട്ടിയവരുടെ എണ്ണവും 10 തവണയും ഹെഡ് കിട്ടിയവരുടെ എണ്ണവും താരതമ്യേന കുറവായിരിക്കും. 5 തവണ ഹെഡ് കിട്ടിയവരോ 4 തവണ ഹെഡ് കിട്ടിയവരോ 6 തവണ ഹെഡ് കിട്ടിയവരെ ആളുകളുടെ എണ്ണം താരതമ്യേന കൂടുതലായിരിക്കും. ഇനി ഇതിനകത്ത് മാത്തമാറ്റിക്കലി നമുക്ക് തെളിയിക്കാൻ പറ്റും എത്ര തവണ ഹെഡ് കിട്ടാൻ എത്രയാണ് പ്രോബബിലിറ്റി. അതിൻ്റെ കണക്കുകൂട്ടൽ എങ്ങനെയാണെന്നുള്ള വിശദാംശത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. നമുക്കിത് പ്രോബബിലിറ്റിയുടെ ക്ലാസ് റൂമിൽ സ്ഥിരം പഠിപ്പിക്കുന്നതിൻ്റെ സ്റ്റാൻഡേർഡ് കണക്കുകൂട്ടലാണത്. അതായത് 2 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര, 3 തവണ 10 തവണ ടോസ് ചെയ്യുമ്പോൾ 2 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര, 3 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എത്ര. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 7 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഏതാണ്ട് 11%, 8 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ഏതാണ്ട് 4.4%. അതായത് 8 തവണയും ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 5%-ത്തിനടുത്ത് മാത്രമാണ്. 7 തവണ കിട്ടാനുള്ള പ്രോബിലിറ്റി 10%-ത്തിന് മുകളിലാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രോബിലിറ്റിയുടെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു ലിമിറ്റ് വെക്കണം. അതായത് ഞാൻ 10 തവണ ടോസ് ചെയ്തപ്പോൾ എത്ര തവണ ഹെഡ് കിട്ടിയാൽ എനിക്ക് ആ കോയിൻ ഫെയർ അല്ല എന്ന ആരോപണം ശരിയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ പൊതുവിൽ നമ്മൾ അനുബന്ധിക്കുന്നൊരു രീതി ഈ പ്രോബബിലിറ്റിക്ക് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യും. സാധാരണ സോഷ്യൽ സയൻസിലൊക്കെയാണ് ഇത്തരം പ്രോബബിലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത്. കാരണം എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നിരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് പൊതുവേ ഈ ഉത്തരങ്ങളിലേക്ക് എത്തേണ്ടതുള്ളൂ. ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ കഴിയാത്ത സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്നത് 5% പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ഇവിടുത്തെ
നമ്മൾ പറഞ്ഞ കോയിൻ ടോസിൻ്റെ ഉദാഹരണം വെച്ചാണെന്നുണ്ടെങ്കിൽ കോയിൻ 7 തവണയും ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി 10% മുകളിലാണ്, എന്നാൽ 8 തവണയും കിട്ടാനുള്ള പ്രോബിലിറ്റി 5% താഴെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കോയിൻ ഫെയർ അല്ല എന്ന് ആരോപിക്കണമെന്നുണ്ടെങ്കിൽ അത് 10 തവണ ടോസ് ചെയ്യുമ്പോൾ 8 തവണയെങ്കിലും എനിക്ക് തുടർച്ചയായിട്ട് ഹെഡ് കിട്ടണം. അതിൽ 10ൽ 8 തവണയെങ്കിലും ഹെഡ് കിട്ടിയാൽ മാത്രമേ അത് ഫെയർ അല്ല എന്ന് ആരോപിക്കാൻ പറ്റൂ. കാരണം 7 തവണ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്തായാലും 5% മുകളിലാണ്. അപ്പോൾ ഈ ഒരു ശതമാനക്കണക്കിന് നമ്മൾ പൊതുവിൽ പി വാല്യൂ എന്നാണ് ഗവേഷണത്തിൻ്റെ ഭാഷയിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ പി വാല്യൂ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ പി വാല്യൂ എത്രത്തോളം ചെറുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുമോ അത്രത്തോളം ആ ഫലം കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് പറയും. ഇവിടെയാണ് നമ്മൾ ആ വാക്ക് പറയുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്നാണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രസക്തി. പുകവലി ശ്വാസകോശ ക്യാൻസർ ഉണ്ടാക്കും എന്ന് നമ്മളൊരു ഹൈപ്പോത്തസിസ് പരീക്ഷിക്കുമ്പോൾ ഈ ശ്വാസകോശ ക്യാൻസർ ഉള്ളവരും പുകവലിക്കുന്നവരുമായ ആളുകളുടെ എണ്ണത്തിലെ ഈ പ്രോബിലിറ്റി നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മൾ കാണുന്നവരുടെ എണ്ണത്തിലെ ഈ പി വാല്യൂ 5%-ലും താഴെയാണ് എന്നുണ്ടെങ്കിൽ, മറ്റൊരു രീതിയിൽ ഇതിനെ പറഞ്ഞാൽ നമ്മൾ നടത്തുന്ന നിരീക്ഷണം നൾ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ, അതായത് പുകവലിയും ക്യാൻസറും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതോ ഹെഡും ടൈലും വീഴാനുള്ള പ്രോബിലിറ്റി ഒരുപോലെയാണ് എന്നുള്ളതോ ഒക്കെയാണ് നമ്മുടെ നൾ ഹൈപ്പോത്തസിസ്. ഈ നൾ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ നമ്മൾ നടത്തുന്ന ഈ നിരീക്ഷണം സംഭവിക്കാനുള്ള പ്രോബിലിറ്റി 5%-ലും താഴെയാണെങ്കിൽ നമ്മളുടെ ഹൈപ്പോത്തസിസ് തെറ്റാണ്, മറിച്ച് അവിടെ അൺഫെയർ ആയ ഒരു കോയിനാണ്, അല്ലെങ്കിൽ പുകവലിയും ക്യാൻസറും തമ്മിൽ ബന്ധമുണ്ട് എന്ന നിരീക്ഷണത്തിലേക്ക് നമ്മളെത്തും. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇതിന് സാങ്കേതിക സ്വഭാവം ഉള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നമ്മൾ നടത്തുന്ന നിരീക്ഷണം റാൻഡമായിട്ട് സംഭവിക്കാൻ, മറ്റ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സംഭവിക്കാൻ, ക്യാൻസർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഹെഡും ടൈലും ഹെഡ് കൂടുതൽ വീഴുന്നത്, അപ്പോൾ ഈ തരം നിരീക്ഷണങ്ങൾ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എത്രത്തോളം കുറവാണോ അത്രത്തോളം ആ ഒബ്സർവേഷൻ, ആ നിരീക്ഷണം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗവേഷണ ഫലം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ നിരീക്ഷണം സാധുവായതാണോ എന്ന് ഉറപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ മാത്രമാണ് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത്. അതായത് ഒരു നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഫുൾ മൂൺ ഡേയ്സ് അല്ലെങ്കിൽ പൂർണ്ണ ചന്ദ്രനുള്ള ദിവസങ്ങളിൽ മാനസിക രോഗമുള്ളവർക്ക് മാനസിക രോഗം കൂടും എന്ന് പറയണമെങ്കിൽ ആ നിരീക്ഷണത്തിന് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമാണ് അതെന്തുകൊണ്ട് കൂടുന്നു, എങ്ങനെ കൂടുന്നു എന്നീ ചോദ്യങ്ങൾക്ക് പ്രസക്തി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിന് പിന്നാലെ പോകേണ്ട കാര്യം തന്നെ ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ സയൻസിൽ നമ്മൾ 5%-ഒക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫിസിക്സ് പോലുള്ള നാച്ചുറൽ സയൻസുകളിൽ വളരെ കൃത്യതയോടുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുള്ള വിഷയങ്ങളിൽ ഇത് വളരെ 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 ചെറിയ സംഖ്യയായിട്ടാണ്. ഇപ്പോൾ 5% സ്ഥാനത്ത് നമ്മുടെ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിൻ്റെ കണ്ടെത്തലിന് അവിടുത്തെ കണികാശാസ്ത്രജ്ഞർ ഉപയോഗിച്ച പി വാല്യൂ എന്ന് പറയുന്നത് 35 ലക്ഷത്തിലൊരു അംശം മാത്രമൊക്കെയാണ്. അതായത് 100-1 1%, 100-5 5%. നമ്മൾ 35 ലക്ഷത്തിലൊന്ന് എന്ന് പറയുന്ന വളരെ ചെറിയൊരു പി വാല്യൂ ആണ് ഉപയോഗിച്ചത്. അപ്പോൾ അത്രയും സിഗ്നിഫിക്കൻ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഹിഗ്സ് ബോസോണിനെയാണ് കണ്ടെത്തിയത് എന്ന് ഉറപ്പിക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുമായിരുന്നുള്ളൂ. അവരങ്ങനെയാണ് ആ മാനദണ്ഡം നിശ്ചയിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറൽ സയൻസിൽ എപ്പോഴും ഈ കൃത്യത വളരെ വളരെ കൂടുതലും നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാത്ത നിരീക്ഷണങ്ങൾ മാത്രം പലപ്പോഴും പ്രായോഗികമായിട്ടുള്ള, അപ്പോഴും ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് സ്വാധീനിക്കുന്ന സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളിൽ പി വാല്യൂ കുറച്ചുകൂടി വലുതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ലാത്ത ചോദ്യത്തിന് പിന്നാലെ നമ്മൾ പോകുന്നത് മീനിങ്ലെസ് ആണ്, അർത്ഥശൂന്യമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.